അപ്പം നമ്മളിതാ ഇതുപോലെ ഈ മടന്ത ഇല, അതായത് താളിൻ്റെ ഇല എല്ലാം വിടർത്തിയെടുക്കണേ. ഇങ്ങനെ വിടർത്തിയെടുത്തിട്ടാണ് നമ്മൾ കഴുകുന്നത്. വിടർത്തുമ്പോൾ അറിയാമല്ലോ അതിനകത്ത് വല്ല പ്രാണിയോ എന്തെങ്കിലും പോയിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നന്നായിട്ട് കഴുകിയെടുക്കണം. എന്നതാ മടന്തയാ? പടതയല്ല, മടന്ത. നിങ്ങളെല്ലാം കാണുന്നുണ്ടോ? ഇതാണ് കവറ്. ആ ചേട്ടനവിടെ ചേട്ടനത്തെ കണ്ടില്ല. ആ എന്നാ പിന്നെ കോട്ട എടുത്തോണ്ടോ, റെയിൻ കോട്ട് ഇട്ട് നടക്കാൻ സുഖമല്ലേ ഈ മഴയത്തോ? അവന് വരെ ചിരി വന്നു. ഇത് നല്ല മഴ തന്നെ. ചേട്ടാ ചവിട്ടി ഉണങ്ങിയതാണോ ചേട്ടാ? ഇതത് ഹായ്, ബിന്ദുസ് ഡ്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു ടാസ്ക്, ഒത്തിരി നാൾ കൂടി ഞാനൊരു ടാസ്ക് ചെയ്യാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഇന്നത്തെ ടാസ്ക് എന്ന് വെച്ചാൽ നമുക്കൊരു നാടൻ പാചകം, നാടൻ കുക്കിംഗ് ഒന്ന് നടത്താമെന്നാണ് വിചാരിച്ച് നിൽക്കുന്നത്. അത് നമ്മൾ വിറകടുപ്പിൽ നല്ല ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ചോറ് വേവിച്ച് മാറ്റണം. അപ്പോൾ ചോറിന് വെള്ളം വെച്ചതെല്ലാം നമുക്ക് സെറ്റായിട്ടുണ്ട്. ഇതാ ഇവിടെ നോക്ക്, അരി കഴുകാനായിട്ട് എടുത്തുട്ടോ. അപ്പോൾ ഞാൻ എന്തുകൊണ്ടൊരു നാടൻ പാചകം അതുപോലെ വിറകടുപ്പിൽ ചെയ്ത് കൂടാമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ വീഡിയോ അങ്ങനെ അങ്ങ് ആകട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആരെ വിളിച്ചതുപോലെ തോന്നിയില്ലേ? അപ്പോൾ അതാ ഞാൻ വിറകടുപ്പിനകത്ത് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് സൺഡേ ആയിട്ട് ഇത് കർക്കിടകത്തിന്റെ ഒരു അറ്റ്മോസ്ഫിയർ മട്ടും അന്തരീക്ഷത്തിന്റെ മട്ടും ഉള്ളില് കുഴപ്പമില്ല, പുറത്തേ കുഴപ്പമുള്ളൂ. മാറിക്കേ, അന്തരീക്ഷത്തിന്റെ മട്ടും ഭാവവും ഒക്കെ മാറിയിരിക്കുന്നു. കർക്കിടകത്തിന്റെ മാറാ. ഇത് തീ കത്തി ഈ സൈഡിൽ വരെ എത്തി. ഇനി ഇതിനെന്താ ചെയ്യും? കിടത്തല്ലേ ആ ഫസ്റ്റ്. ചേട്ടനാണെങ്കിൽ വാഴ വെട്ടിക്കൊടുക്കാൻ പോവുക. നമ്മൾ നട്ടിരിക്കുന്ന വാഴ വെട്ടി കളയാൻ. കൊലയെല്ലാം കഴിഞ്ഞു. എന്നിട്ട് വേണം നമുക്ക് കുറച്ച് വാഴ നടാൻ. വാഴ വെക്കട്ടെ, കൊല വെട്ടട്ടെ. ചേട്ടൻ്റെ തലയിരിക്കണ നോക്കിക്കേ. അന്തരീക്ഷത്തിൻ്റെ മട്ടും ഭാവവും ഒക്കെ മാറിയിരിക്കുന്നു സുഹൃത്തുക്കളെ. നിങ്ങളതാ കാണുന്നില്ലേ? നോക്കൂ, ആകാശത്ത് കാർമേഘങ്ങൾ കാണുന്നുണ്ട്. കാറ്റ് ചെറിയ തോതിലുണ്ട്. ഇങ്ങനെ നോക്കിയാൽ കാണില്ല, പക്ഷെ ഇങ്ങനെ നോക്കിയാൽ കാണാൻ പറ്റും. കണ്ടോ, നല്ലൊരു മഴ വരുമ്പോഴാണ് ഈ ചാട്ട വാഴ വെട്ടാനാണെന്ന് പറഞ്ഞു പോണേ. വേറെ പണിയൊന്നുമില്ല, വല്ലോടത്തും ഇരിക്കാനുള്ളതാണ്. ചേട്ടൻ്റെ ഫോണിൻ്റെ ഇത് കണ്ടാ, ചേട്ടൻ്റെ ഫോണിലെ കവർ ഫോട്ടോയാണ് സുഹൃത്തുക്കളെ നിങ്ങൾ ഈ കാണുന്നത്. നിങ്ങളെല്ലാം കാണുന്നുണ്ടോ? ഇതാണ് കവറ്. ആ ചേട്ടനവിടെ ചേട്ടനത്തെ കണ്ടില്ല. ആ എന്നാ പിന്നെ കോട്ട എടുത്തോണ്ടോ, റെയിൻ കോട്ട് ഇട്ട് നടക്കാൻ സുഖമല്ലേ ഈ മഴയത്തോ? അവന് വരെ ചിരി വന്നു. ഇത് നല്ല മഴ തന്നെ. ചേട്ടാ ചവിട്ടി ഉണങ്ങിയതാണോ ചേട്ടാ? ഇതേതോ നീ എന്നാടാ തിന്നണേ? പൊറോട്ട കൈ പിടിച്ച തിന്നു. അട്ട ഉണ്ടോ നോക്കട്ടെ, ഒന്ന് കൊട്ടിക്കൊടയാ. ഈ കറുത്ത അട്ട കയറിയിരിക്കും. ആ നിറച്ച് പൊടിയായല്ലോ. നമ്മുടെ കടയിൽ നിന്ന് കൊണ്ടുവച്ച അലമാരിയൊക്കെയാ. സൂപ്പർ അലമാരിയാ. പോവാണോ? ഞാൻ കയറുവാ. ബാ ഞാനേ അതിനെ കൂടിനകത്ത് എന്നാ ചേട്ടാ? എന്നാന്ന് കാണിച്ചോ ചേട്ടാ? പെർഫ്യൂമോ? ഇതെവിടെന്നാ?
അടയ്ക്കണം. പറഞ്ഞു എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ലാത്ത അവസ്ഥ. ഞാൻ രോഗിയായി. ഇതിനെ പേനയോ ലക്സോ വൈറ്റമിൻ സി, നെയിൽ കട്ടർ. ഇതെവിടുന്നാ ചേട്ടാ? ഇത് നല്ല രസമുണ്ടല്ലോ കാണാൻ. ഇത് ആരെന്നാ പറയാൻ പാടില്ലെന്നേ. തലയിലാണോ ഇവരടിച്ചേ? ആരുണ്ടോന്നാ? പേന നിനക്കായിരിക്കൂടാ. എന്റെ നെയിലല്ലല്ലോ ഒന്ന് കട്ട് ചെയ്യണം. അവിടെ ഉണ്ട്. ഞാൻ എപ്പോഴും ആലോചിക്കുന്ന നെയിൽ കണ്ടില്ലേ, അപ്പടി പോയിരിക്കുക. എന്റെ വെള്ളിക്കൊളസ് എല്ലാവരും കണ്ടോ? വെള്ളിച്ചിലങ്കയാണ് നെയിൽ കണ്ടോ? എന്റെ നെയിലിന്റെ അവസ്ഥ ചെയ്യപ്പെടുക. ഓ ഓ ഓ ഓ അതുകൊണ്ട് ചോറ് വെന്തിട്ടുണ്ട് കേട്ടോ. സമയത്ത് ഞാൻ പോയി വെറുതെ ഒന്ന് കിടന്നേ. എനിക്കാണെങ്കിൽ ഒരു സൈഡിലിരുന്ന് ഭയങ്കര വേദന. വെള്ളം കൂടി കുറച്ച് കുറവായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ ഈ ഒരു ഇടത് സൈഡിലിരുന്ന്, അടിവയറ്റിൻ്റെ ഇടത് സൈഡിലിരുന്ന് വേദനയായിരുന്നു. ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞപ്പം അവരെന്നോട് ഒരു വെള്ളത്തിൻ്റെ അഭാവം മൂലം കിഡ്നി സ്റ്റോൺ വരാം, അല്ലെങ്കിൽ ഉപ്പ് കൂടുതൽ കൂട്ടി കാൽസ്യം അടിഞ്ഞു കൂടി ഉണ്ടാകാം, പിന്നെ യൂറിക് ആസിഡ് ഉണ്ടായ ബീഫൊക്കെ കൂടുതൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് അടിഞ്ഞു കൂടിയിട്ടും കിഡ്നി സ്റ്റോൺ വരാമെന്നൊക്കെ കണ്ടേ. ഞാനിതായാലും ഈ സംഭവങ്ങളെല്ലാം ഈ അടുത്ത കാലത്ത് കുറച്ചധികം യൂസ് ചെയ്തു. ഉപ്പൊക്കെ ജാതിക്ക കൂട്ടിയൊക്കെ നന്നായിട്ട് ഉപ്പ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ബി പി ഇപ്പം നോർമലായിട്ട് വന്നിട്ട്, ബി പി എനിക്ക് കുറവായിരുന്നു കേട്ടോ. ഇപ്പോൾ ബി പി നോർമലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതായിരിക്കും. വെള്ളം കൂടി നല്ല രീതിയിൽ കുറഞ്ഞായിരുന്നു കാരണം ഞാൻ നന്നായിട്ട് വെള്ളം കുടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ജലദോഷം പിടിച്ച് തൊണ്ടയ്ക്ക് ടോൺസിൽസ് വന്നു. അപ്പോൾ പിന്നെ തണുത്ത വെള്ളം കൂടി അങ്ങ് നിർത്തി. കോളേജിലൊക്കെ ആണെങ്കിലും ചൂടുവെള്ളമാണ് കൊണ്ടുപോകുന്നത്. അപ്പം അങ്ങനെ വന്നപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ലേ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടായി തുടങ്ങി. പതുക്കെ വേദന. ഇപ്പോൾ കിഡ്നി സ്റ്റോണിൻ്റെ എന്തെങ്കിലും ഉണ്ടാകുമായിരിക്കും. അത് ചെറിയ തോതിലാണെങ്കിൽ വെള്ളം ധാരാളം കഴിച്ചാൽ നമ്മളെ യൂറിൻ പാസ് ചെയ്യുമ്പോൾ കൂടെ കിഡ്നി സ്റ്റോൺ അങ്ങോട്ട് പൊക്കോളുന്നുണ്ട്. എന്തോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം കിടക്കുമായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് നാടൻ കറികളിലേക്ക് പോകാം. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. കർക്കിടക മാസത്തിൽ കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ല കറികളിലൊന്നാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാനായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത്. മനസ്സിലായോ? താളാണ് കേട്ടോ. താളും അതുപോലെ തന്നെ ഇതാ മടന്തേല കൂടി ഉണ്ട് കേട്ടോ. താളിൻ്റെ ഈ ചുരുണ്ടിരിക്കണ ഇലേ ഇന്നലെ എനിക്ക് ചേട്ടൻ കുറച്ച് പറിച്ച് തന്നിട്ടുണ്ടായിരുന്നു. ഇതപ്പോൾ ഇന്നലെ കറി വെക്കാൻ പറ്റിയില്ല. അപ്പം ഞാനത് ഇന്ന് കറി വെക്കാമെന്ന് വിചാരിച്ചു. തോരൻ ഉണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചാറുകറിയുടെ കാര്യമാണ് അവിടെ പറയുന്നത് കേട്ടെ. പക്ഷെ എനിക്കെന്തോ മടന്തേല തോരൻ വെക്കാനായിട്ടൊരു കൊതി. അപ്പം നമുക്ക് ഉണ്ടാക്കാം. അപ്പം ഞാനിത് മൊത്തം കഴുകിയിട്ട് വരട്ടെ. ഇത് മൊത്തം കഴുകി ഇതെല്ലാം ചുരുണ്ടിരിക്കണതെല്ലാം നമ്മൾ തുറന്ന് കഴുകി എടുക്കണം. അതിൻ്റെ ഉള്ളിൽ വല്ല പ്രാണികളൊക്കെ ഉണ്ടോ എന്ന് നോക്കിയേ. നന്നായിട്ട് കഴുകി എടുത്തിട്ട് പിന്നെ വീണ്ടും അതിനെ ചുരുട്ടി കെട്ടണം. അപ്പം നമ്മളിതാ ഇതുപോലെ ഈ മടന്ത ഇല, അതായത് താളിൻ്റെ ഇല എല്ലാം വിടർത്തി എടുക്കണേ. ഇങ്ങനെ വിടർത്തി എടുത്തിട്ടാണ് നമ്മൾ കഴുകുന്നത്. വിടർത്തുമ്പോൾ അറിയാമല്ലോ അതിനകത്ത് വല്ല പ്രാണിയോ എന്തെങ്കിലും പോയിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നന്നായിട്ട് കഴുകിയെടുക്കണം. അപ്പം ഞാൻ ഇലകളെല്ലാം കഴുകി വെച്ചു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് താളെടുത്തിട്ടുണ്ടായിരുന്നില്ലേ, ആ താള് കൂടി ഇതിനകത്തേക്ക് ഇട്ടിട്ട് വേണം തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ചു. ആ താളിൻ്റെ തൊലി ഇതുപോലെ കളയണം. കർക്കിടക മാസത്തിൽ കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു കറിയാണ് കേട്ടോ താള് കറി. ആ ചാറായിട്ട് കഴിക്കാനും തോരനായിട്ട് കഴിക്കാനും ഒക്കെ സൂപ്പറാണ്. ചേട്ടനും ഇഷ്ടം ചാറ് കറിയാണ്, എനിക്കിഷ്ടം തോരനുമാണ്. പിന്നെ ചാറ് കറി വേറൊരു കറി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതും ചേട്ടന് ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണ്. കറിവേപ്പില ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കില്ലേ. ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളത് വിറകടുപ്പിൽ ഉണ്ടാക്കുന്നതാണ്. നമുക്കറിയത്തില്ല. എല്ലാവരും പറയും പുകച്ചോവ വരും, അത് വരും, ഇത് വരും എന്നൊക്കെ ഇങ്ങനെ പറയും. പണ്ട് ഞാനും അത് ചിന്തിച്ചിട്ടുണ്ട്, പുകച്ചോവ വരും. പക്ഷെ നന്നായിട്ട് തീയൊക്കെ കത്തിച്ചിട്ടുണ്ടാക്കുവാണെങ്കിൽ പുകച്ചോവയൊന്നും വരുമോ ഇല്ല, ഹെൽത്തിയാണ്. അപ്പം ഞാനിന്ന് ഓർക്കുന്നു
മൺചട്ടിയിൽ ഉണ്ടാക്കാം, എൻ്റെ കുക്കിങ് മൺചട്ടിയിൽ ഉണ്ടാക്കാം എന്ന് അങ്ങനെയാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത്. അലൂമിനിയം പാത്രങ്ങളൊക്കെ ഒഴിവാക്കി. പക്ഷേ എനിക്ക് കഞ്ഞിക്കലം മാത്രം മൺചട്ടി ഇല്ലാട്ടോ. അതുകൊണ്ട് ചോറ് നമ്മുടെ മാസ്റ്റർ പീസ് കളത്തിലാണ് ഉണ്ടാക്കിയത്. എനിക്കൊരു കഞ്ഞിക്കലം, ഇനി മണ്ണിൻ്റെ ഒരു കഞ്ഞിക്കലം വേണം. പക്ഷെ അത് വാർക്കാൻ അറിഞ്ഞൂടാ. വാർക്കാൻ അറിഞ്ഞില്ലെങ്കിലും നമുക്ക് കോരി വാർക്കാമല്ലോ, കമത്തിയിട്ടില്ലേ. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്നുണ്ട് ഒരു കലം വാങ്ങണമെന്ന്. ഒന്നാമത് നമ്മൾ മുതലക്കുളത്താണ് കലം കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ആ വഴി പോകുമ്പോൾ ഞാൻ ഈ സത്യമൊക്കെ മറന്നു പോകും, ഈ വാങ്ങേണ്ട സത്യങ്ങളൊക്കെ. അതാണ് ഒന്നാമത്തെ കാര്യം. ഈ മടന്തയില തോരൻ എന്ന് പറയുമ്പോൾ കാട്ടുചേമ്പിൻ്റെയോ അല്ലാത്ത ചേമ്പിൻ്റെ ഒക്കെ ഉണ്ടാക്കാൻ നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ നീലച്ചേമ്പുണ്ട്, നീല കൈയുള്ള ചേമ്പുണ്ട്. ആ ചേമ്പ് കഫക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് കറിയൊക്കെ വെച്ച് കഴിച്ചാൽ കഫക്കെട്ട് മാറുമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അമ്മച്ചയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പണ്ട് എൻ്റെ വീട്ടിലുണ്ടായിരുന്നതാണ്, ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ വീട്ടിലുണ്ടായിരുന്നതാണ്. പക്ഷേ ഇപ്പം അത് നീല തണ്ടുള്ള ചേമ്പ് ഇപ്പോൾ കാണാനുമില്ല. കഫക്കെട്ടൊക്കെ പോകാനായിട്ട് വളരെ നല്ലതാണെന്ന് പറഞ്ഞു. ഈ പാൻസിനെ കൊണ്ടാണ് ഞാൻ ഈ മടന്തയില എല്ലാം ഇടിപ്പിച്ചതും ചേമ്പിൻ്റെ താളം മുറിപ്പിച്ചതൊക്കെ അവനെ കൊണ്ടാണ് ചെയ്യിച്ചത്. കാരണം ഇതൊക്കെ കറി വെക്കാൻ അറിയാവുന്ന കുട്ടികളൊക്കെ ഒന്ന് അറിയട്ടെ അല്ലേ. അപ്പം ഞാനിതെല്ലാം റെഡി ആക്കിയിട്ട് വരാം. മടന്തയില ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. തിരി പോലെ ഇങ്ങനെ ചുരുട്ടിയിട്ട് രണ്ടറ്റവും കൂടി ഇങ്ങനെ പിടിച്ച് കണ്ടോ, രണ്ടറ്റവും ഇങ്ങനെ പിടിച്ചിട്ട് ഈ രണ്ടറ്റവും ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മടക്കി ഈ ഓട്ടയുള്ള ഭാഗമുണ്ടല്ലോ അതിനകത്തേക്ക് നമ്മളിങ്ങനെ കയറ്റി മുറുക്കി വെക്കണം. ഇതാണ് മടന്ത കെട്ടുന്നത്. ഇങ്ങനെയാണ് കേട്ടോ. ചിലരിങ്ങനെ കെട്ടിടാറുണ്ട്, അങ്ങനെയും ചെയ്യാറുണ്ട്. ആദ്യം നമ്മൾ ഈ ചേമ്പിൻ്റെ ഈ തണ്ടെടുത്തിട്ട് മാറ്റിയിട്ട് അതിലെ ഞരമ്പെല്ലാം വലിച്ച് കളയണം. എല്ലാം തുറന്ന് കഴുകി വെച്ചിരിക്കുന്നതാണല്ലോ. ഓൾറെഡി ഇത് ചുരുണ്ടാണ് ഇരിക്കുന്നത്. അതിനെ നമ്മൾ വീണ്ടും ഇങ്ങനെ ഒന്നുകൂടി നല്ല രീതിയിൽ ചുരുട്ടിയെടുക്കണം. ചുരുട്ടിയിട്ട് ഇതിനിങ്ങനെ വളയ്ക്കണം. വളച്ച് കഴിയുമ്പോൾ ഇതെന്താകും, രണ്ടറ്റവും കൂടെ ഒരുമിച്ച് വരും. ഒരുമിച്ച് വന്നു കഴിയുമ്പോൾ രണ്ടറ്റം നമ്മൾ പിരിച്ചെടുക്കണം. എന്നിട്ട് വളച്ച ഭാഗത്തേക്ക് ആ ഓട്ടയുള്ളിടത്തേക്ക് ഇങ്ങനെ അങ്ങോട്ട് വയ്ക്കണം. ഇങ്ങനെയാണ് മടന്തയില കിട്ടുന്നത്. അതിലേക്ക് നമുക്ക് മടന്തയില ഇട്ട് കൊടുക്കാം. അപ്പോൾ തേങ്ങ, പിന്നെ കുടംപുളി, സവോള, ഉപ്പ്. തേങ്ങയിൽ ഞാൻ കാന്താരിമുളക് ചേർത്ത് അരച്ചെടുത്തതാണ്. കാന്താരിമുളക് ചേർത്ത് അരച്ചെടുത്തത്. ഇതെല്ലാം കൂടെ ഒന്നിച്ച് കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ വിറകടുപ്പും നമ്മുടെ ചട്ടിയും എല്ലാം ഇവിടെ റെഡിയാണ് കേട്ടോ. ഇതിലേക്ക് ഇനി നമുക്ക് നമ്മുടെ മടന്ത എല്ലാം കൂടെ കൊട്ടി കൊടുക്കാം. മടന്തയുടെ കെട്ടഴിഞ്ഞ് പോയതുകൊണ്ട് ഇനി ഇത് അതിരുന്ന് വേവട്ടെ. നമുക്കൊരു വാഴയില വെച്ചിട്ട് മൂടി കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഒരു മൂടി കൂടി വയ്ക്കാം. ഒത്തിരി വലിയ തീയൊന്നും വേണ്ട, ചെറിയ തീ മതി, അല്ലെങ്കിൽ കരിഞ്ഞു പോകില്ലേ. അപ്പോൾ നമ്മളിതാ ആ സമയം കൊണ്ടൊരു ഇതുകൂടി ഉണ്ടാക്കി കേട്ടോ, മാങ്ങ ചമ്മന്തി. നമ്മുടെ കറി എങ്ങനെയുണ്ടെന്ന് നോക്കാവേ. വാഴയില ഇതിനകത്ത് ഒട്ടിയിരിക്കുകയാണ്. ഇതിനകത്തേക്ക് നമുക്ക് ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പോൾ നമുക്ക് ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഇളക്കിയെടുക്കാം. പിന്നെ അത്രയും നമ്മൾ അരിഞ്ഞ് കൂട്ടിയെടുത്തെങ്കിലും നമുക്ക് കിട്ടിയത് കണ്ടോ, ഇത്രയേ ഉള്ളൂ സത്യത്തിൽ. ഇതൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റട്ടെ കേട്ടോ. അപ്പം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാമെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, കരി എടുത്തിട്ട് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. കർക്കിടകത്തിലൊക്കെ മുരിങ്ങയില ഒഴിച്ച് ബാക്കി എന്തും കറി വെച്ച് കഴിക്കാൻ നല്ല. മുരിങ്ങ കർക്കിടകത്തിലുള്ള വിഷാംശങ്ങൾ മൊത്തം വലിച്ചെടുക്കും പരിസരത്തുള്ള, ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ കർക്കിടക മാസത്തിൽ മുരിങ്ങയിലക്ക് ഇച്ചിരി കട്ട് കൂടുതലായിരിക്കുമെന്ന് കേട്ടിട്ടുണ്ട്.
അപ്പം ഇനിയിപ്പം അടുത്തത് ഇതാണ് കേട്ടോ. ഇതിട്ടാണ് ഉപ്പ്. അതായത് നമ്മൾ മത്തിയുടെ മുട്ട കുറേ കിട്ടിയിട്ട് നമ്മൾ 1 കിലോ മത്തി വാങ്ങിയെങ്കിൽ 1/2 കിലോയുള്ള മുട്ടയായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. നല്ല രീതിയിൽ മത്തി മുട്ട കിട്ടിയിട്ടുണ്ട്. ബീഫ് വാങ്ങിയല്ലോ. അപ്പം നമ്മുടെ ഇന്നത്തെ ഊണിന് മടന്തത്തല തോരനും ബീഫ് കറിയും പിന്നെ ഈ മത്തിയുടെ മുട്ട ഫ്രൈയും മാങ്ങാച്ചാറുമാണ് കേട്ടോ. മീൻമുട്ടയൊക്കെ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മൾ ചോറൊന്ന് മുരിക്കാനായിട്ട് വെച്ചേ. അതായത് വാർത്തിട്ട ചോറ് വീണ്ടും ഒന്ന് അടുപ്പത്തേക്ക് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലുള്ള വെള്ളം കൂടി ഒന്ന് വറ്റി നല്ല ഡ്രൈ ആയിട്ട് കിട്ടും. ഞാൻ പാത്രം പിടിച്ച് നിൽക്കുക. നമ്മൾ മത്തി വറുത്ത് കോരിയ അതേ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ മീൻമുട്ടയും വറുത്തത് കേട്ടോ. മീൻമുട്ട വറുക്കുമ്പോൾ നമ്മൾ ഒത്തിരി മസാല ചേർക്കരുത്. വേറെ സ്പൂൺ വേണോ? ഒന്ന് ചൂടാക്കാൻ വെച്ച ആ സമയത്ത് നമ്മൾ ഇടവേളയ്ക്ക് കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മുടെ പട്ടാണിക്കടല. പല്ല് കളയുന്ന പട്ടാണിക്കടല. എന്നിട്ട് ചേട്ടൻ കഴിക്കുകയും ചെയ്യുന്നുണ്ട്. എന്താ പറഞ്ഞ പുറകേന്നൊരു കയ്യ. പവർ ബാങ്കിങ് എടുത്ത് തരുവാടാ. ഫോണിൽ ചാർജർ ഒന്ന് കുത്തിയിട്ടാ. അപ്പം നമ്മൾ ചോറ് കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ. ബീഫ് എടുത്തില്ലടാ? വേണ്ടേ? ചാറ് വേണ്ടല്ലോ. ഇങ്ങോട്ട് പിച്ച് പിടിക്കേ. മതിയോ? ചേട്ടാ വേണോ? മാങ്ങ ചമ്മന്തി എടുത്തോളാ. ഇല്ല നല്ലതാണോ? നമ്മുടെ സ്പെഷ്യൽ മടന്തയില തോരൻ, പിന്നെ നമ്മുടെ സ്പെഷ്യൽ മുട്ട. എന്നാ മുട്ട? നീ എന്നാടാ മീൻ മുട്ട എടുക്കാത്ത? മടന്തയില വേണോടാ? വേണോ? അതൊക്കെ കൂട്ടി പഠിക്കടാ. നിന്നെ പോലെയുള്ള പിള്ളേരൊക്കെ അതൊക്കെ കൂട്ടണ്ട. ഓക്കെ മതിയോ? അപ്പം ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ. കഴിക്കുമല്ലേ? എന്നതാ? മടന്തയാ? പടതയല്ല, മടന്ത. അതായത് മടന്ത മീൻമുട്ട കുട്ടി തന്നെ കഴിക്കട്ടെ. മീൻമുട്ട എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ള കാര്യം. ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു? ഇന്നത്തെ വീഡിയോ ചേട്ടനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് ചേട്ടനെ പിടിച്ചിരുത്തി വൈൻഡപ്പ് ചെയ്യാനായിട്ട് വന്നാണ് കേട്ടോ. ഇന്നത്തെ നാടൻ ഭക്ഷണങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെയുണ്ട്? സൂപ്പറായിരുന്നു. ഇനി കിടക്കാൻ പോവാണ് ഞങ്ങള്. ആൻസ് ടോയ്ലറ്റിൽ പോയി. രണ്ട് പേർക്ക് മതി ചേട്ടാ. എന്തെങ്കിലും ചേട്ടൻ പറയണ കേൾക്കാൻ ഓരോരുത്തരും അവിടെ നോക്കിയിരിക്കണം. എന്നെ ഒന്നും ഇപ്പം ആൾക്കാർക്ക് അത്ര പോരാ. അതെ, സത്യമായിട്ടും അതെ. ചേട്ടനെ ഇങ്ങനെ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന കാണുമ്പോൾ എനിക്ക് സന്തോഷമാണ്. പറ ചേട്ടാ. അതാ എന്നാ പറ്റിയേ?
പറഞ്ഞിട്ട് ക്ലോസ് ചെയ്യാന്ന്. നിങ്ങളൊക്കെ ക്ലോസ് ചെയ്യാന്ന് പറഞ്ഞു. അതായത് നിങ്ങളോടൊക്കെ ഭയങ്കര ക്ലോസ് ആക്കാന്നാണ് ചേട്ടൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ വേറെ ഒന്നുമില്ല കേട്ടോ, വെറുതെ ഒരു നാടൻ ഭക്ഷണങ്ങൾ ചേട്ടൻ ഇഷ്ടപ്പെട്ടു എന്ന് എന്നോട് 2-3 തവണ പറഞ്ഞു. ആ കറി തോരൻ ഇഷ്ടപ്പെട്ടു, മടന്തയില തോരൻ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. മടന്ത തല എന്നൊക്കെ എൻ്റെ വായി വരുന്നത്, മടന്ത ഇല തോരൻ. അപ്പോൾ ഇനിയിപ്പോൾ വേറെ ഒന്നും വിശേഷങ്ങളൊന്നുമില്ല, ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മൾ എങ്ങും പോയൊന്നുമില്ല, നമ്മൾ വീട്ടിൽ തന്നെ ആയിരുന്നു. കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് വീട്ടിൽ തന്നെ ആയിരുന്നു. ഇനി കുറച്ച് പേപ്പറൊക്കെ നോക്കാനുണ്ടായിരുന്നു. ടെസ്റ്റ് പേപ്പർ നടത്തിയത്, ഇൻ്റർണൽ എക്സാം അതെല്ലാം നോക്കി അങ്ങനെ വീട്ടിൽ തന്നെ ഇരുന്നു. ഇടയ്ക്ക് ഞാൻ കിടന്ന് നന്നായിട്ടൊന്ന് ഉറങ്ങി അല്ലേ, ഞാൻ നന്നായിട്ടൊന്ന് ഉറങ്ങി. അങ്ങനെ ചേട്ടൻ കുറേ ജോലികളൊക്കെ ചെയ്ത് അതിലൊക്കെ തേരാപ്പാര നടന്നു. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി വേസ്റ്റ് എടുക്കാനായിട്ട് പോയി. ആൻസൂട്ടിനൊരു പാക്കറ്റ് ജിലേബിയും ഒരു പാക്കറ്റ് ഇതും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നതാ, തേൻ മിഠായി. ഞാനവിടെ ഒരു ഡയറി മിൽക്ക് വാങ്ങിയാൽ തിന്നാൻ പോവാം. ഡയറി മിൽക്ക് ഇച്ചിരി ലൂസായിട്ടായിരുന്നേ, അപ്പോൾ അത് ഞാൻ ഹാർഡാക്കാൻ വേണ്ടി 10-ൻ്റെ 2 ഡയറി മിൽക്കാണ് കേട്ടോ. അന്നേരം അവിടെ നിന്ന് വാങ്ങി, വേസ്റ്റ് എടുക്കാൻ പോയ കടയിൽ നിന്ന് വാങ്ങി. ചേട്ടനാണെങ്കിൽ ഇതേ കുറച്ച് വാഴച്ചൂന്ന് വാഴ വെട്ടാൻ പോയി കൊടുത്തു. അത് അടുത്ത ദിവസങ്ങളിലൊക്കെ നമുക്ക് കറിയാക്കണം. എനിക്കിഷ്ടമായി ഇങ്ങനത്തെ നാടൻ ഭക്ഷണങ്ങളൊക്കെ. പിന്നെ വാഴക്കൊല കൊണ്ടുവന്നിട്ടുണ്ട്, നമുക്ക് കറി വയ്ക്കാം, പഴുപ്പിക്കാം, പുട്ടുണ്ടാക്കാം, അങ്ങനെയൊക്കെ ഓർക്കുന്നു. ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, എന്നത്തെ പോലെ രാവിലെ എഴുന്നേൽക്കണം, പണികളൊക്കെ ചെയ്യണം, ജോലിക്ക് പോകണം, വൈകുന്നേരം ആകുമ്പോഴത്തേക്കും കോളേജ് ബസ്സിൽ കയറി വരണം, ഇറങ്ങണം, വീണ്ടും അത് ജോലികൾ ഇങ്ങനെ തുടരണം. അങ്ങനെ വീണ്ടും അടുത്ത ഒരാഴ്ചയിലേക്ക് വീണ്ടും നമ്മൾ കടക്കുവാണ്. കഴിഞ്ഞ ആഴ്ച എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വീക്കെൻഡ് വരെയുള്ള കാര്യം വെച്ചാൽ തിങ്കളാഴ്ച വേൾഡ് കപ്പിൻ്റെ അവധി ഉണ്ടായിരുന്നു, ചൊവ്വ ബുധൻ ക്ലാസ് ഉണ്ടായിരുന്നു, വ്യാഴാഴ്ച വിദ്യാഭ്യാസ ബന്ധായിരുന്നു, വെള്ളിയാഴ്ച വിദ്യാഭ്യാസ ബന്ധായിരുന്നു. അങ്ങനെ ഈ ആഴ്ച ഫുള്ള് നമ്മൾ ഏകദേശം വീട്ടിൽ തന്നെയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഇനി വരുന്ന ആഴ്ച ഫുള്ള് ക്ലാസ്സൊക്കെ ആയിരിക്കും. ഇനിയിപ്പോൾ അവധിയും ബന്ധമൊന്നും വരുന്നില്ലല്ലോ. അപ്പം അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹമുണ്ട്. ഞങ്ങളോടൊപ്പം തന്നെ ചേർന്നിങ്ങനെ പോകുന്നതിൽ ഒരുപാട് സ്നേഹമുണ്ട്. സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. അപ്പം നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും പുതിയ വിശേഷം പുതുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ദിസ് ഈസ് യുവർ ബിന്ദുസ് ഡ്രീംസ്. ബൈ.